ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ 3-4 ദിവസം കൊണ്ട് നമ്മൾ നമ്മുടെ കാർക്കൂന്തലൊക്കെ കിളിർപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴൊത്തിരി സന്തോഷമൊക്കെ ഉണ്ട്, ഇച്ചിരി മെച്ചമൊക്കെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഞാൻ സ്വയം എടുത്തതല്ല. അപ്പോൾ ഞങ്ങൾ എന്നും രാവിലെ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ മക്കളോട് പറയും, എന്തെങ്കിലും വ്യത്യാസമാണെങ്കിൽ നിങ്ങൾ പറയണം, അവർക്ക് അന്നേരം ആ വ്യത്യാസം മനസ്സിലാവുമല്ലോ. അവൾ പറഞ്ഞത് ഇന്ന് രാവിലെ അന്നേരം ഞങ്ങൾ നോക്കി, അപ്പോഴേ അമ്മ നേരത്തേനേക്കാളും ഉള്ളു വന്നിട്ടുള്ളതായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഒരു 3-4 ദിവസം നമ്മളിങ്ങനെ പായ്ക്കിടുന്നത് കൊണ്ട് ഒരു വ്യത്യാസം നമുക്ക് ഒരുപാട് അങ്ങ് കിളിർത്തു എന്നല്ല നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു വ്യത്യാസം വരുമ്പോൾ എന്നെക്കാട്ടിലും അവർക്കറിയാമല്ലോ, അവർക്കറിയാൻ പറ്റുമല്ലോ മുടിക്കൊരു എന്തായാലും നനയുമ്പോൾ നമുക്ക് മുടി കുറച്ചാൽ, പക്ഷെ എന്നാലും ഇതിങ്ങനെയൊക്കെ ഇരിക്കുമ്പം വെളിച്ചെണ്ണ പറ്റിയതെന്നാലും നമുക്ക് കാണുമ്പം നമുക്കൊരു വ്യത്യാസം മനസ്സിലാവുമല്ലോ, ഒരു മുടിക്കൊരു കട്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോഴെന്തായാലും എൻ്റെ മക്കളെന്നെ പറഞ്ഞ് കളിപ്പിക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളിങ്ങനെ അതിൻ്റെ അളവ് ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട് കേട്ടോ. നീളം എനിക്ക് മുടിക്ക് ഇത്രയും നീളമുണ്ട് കേട്ടോ. ഇത് പക്ഷേ ചുരുണ്ട് കയറി പോകുന്നതുകൊണ്ട് കേട്ടോ. മുടിക്ക് നീളമുണ്ട്, പക്ഷേ ഇത് ചുരുണ്ട് കയറി പോകുന്നത് കൊണ്ടുള്ള കുഴപ്പം കേട്ടോ. ഇത്രയും നീളമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് മേപ്പോട്ട് കയറി പോകുന്നതാണ്. ഇങ്ങനെ പിടിച്ച് വലിച്ച് നീട്ടി നോക്കും മക്കൾ കേട്ടോ. അപ്പോൾ ഇന്നും നമുക്ക് നല്ല ഒരു അടിപൊളി പായ്ക്കൊക്കെ ഇടാം. എല്ലാ ചേച്ചിമാരും ചെയ്യുന്നതാണ്, പണ്ടുള്ള നമ്മുടെ അമ്മൂമ്മമാരും ചെയ്ത് പരീക്ഷിച്ചതാണ്. അവർക്കൊക്കെ മുടിയൊക്കെ എത്രത്തോളം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിരിക്കാം. പിന്നെ പാരമ്പര്യമായിട്ട് മുടിയൊക്കെ കിട്ടുന്നവരുണ്ട്. സുപ്പിൻ്റെ അസൂയ കുശുമ്പോ ഒന്നുമില്ല. പാവ സുപ്പു അസൂയയും കുശുമ്പും ഒന്നും ഇല്ലാത്ത ഒരു പാവം കൊച്ചാണ് ഈ ഞാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്ക് ഇന്നലെ തയ്യാറാക്കി വെച്ചേക്കുകയാണ്. ഇരുമ്പ് ചീനച്ചട്ടയ്ക്കകത്ത് സെറ്റാക്കി വെച്ചൊക്കെയാണ് ഇന്നലെ രാത്രിയിൽ. അപ്പോൾ ഇന്നത്തെ എന്താണെന്നറിയാമോ പായ്ക്ക്? ഇന്നത്തെ പായ്ക്കെന്ന് വെച്ചാൽ അതേ ചീനച്ചട്ടിക്കകത്ത് തന്നെ ഇന്നലെ സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇന്നലത്തെ നമ്മുടെ കഞ്ഞിവെള്ളം എടുത്ത് സന്ധ്യ ആയപ്പോഴാണ് ഇതിൻ്റെ കാര്യം ഓർത്തെ ഇന്ന് നമുക്ക് ഈ പായ്ക്കിടാം. അപ്പോഴെന്താണ് എടുത്തേക്കുന്നത്? ഇതേ ഈ കളർ നല്ല രസമുണ്ട്. ആ സൈഡിൽ നിന്നുള്ള ഇരുമ്പും തുരുമ്പും എല്ലാം നമ്മുടെ ഈ പായ്ക്കിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ആണോ ഒഴിച്ചതെന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമാണ്. അത്രയ്ക്ക് നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇന്നലെ നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ് കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പൂവൊക്കെ ഞാൻ നേരടി പിഴിഞ്ഞ് അങ്ങോട്ട് ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇന്ന് നമുക്ക് പായ്ക്കിടണമല്ലോ എന്ന് വിചാരിച്ചു. ഇതും സൂപ്പർ കിടുവാണ്. ഇത് പണ്ട് കാലത്തേ ഉള്ള താളിയൊക്കെയാണ്. നമ്മുടെ അമ്മൂമ്മമാർ അങ്ങനത്തെ അമ്മൂമ്മമാർ പോലെ ഇങ്ങനത്തെ അമ്മൂമ്മമാർ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച സംഭവമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ ഹെന്നായും നമ്മുടെ മുടി ഡൈയൊക്കെ ചെയ്യത്തില്ലേ, അതിന് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് ഇത് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കളർ ചേഞ്ച് വരും. സൈഡിൽ ഇങ്ങനെ വേറൊരു കറുത്ത ഒരു കളർ മാതിരി വരും. അപ്പോൾ ഇത് നല്ലതാട്ടോ മുടി വളർച്ചയ്ക്കൊക്കെ. അതല്ലേ നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് തന്നെ ഇതൊക്കെ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത്. അപ്പോഴും നമ്മുടെ മുടിക്കൊക്കെ നല്ല കറുപ്പ് വരും, നല്ല അടിപൊളിയായിട്ട് കിളിർത്തൊക്കെ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. പറഞ്ഞത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. വേറൊരു കളറായി കേട്ടോ. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ കഞ്ഞിവെള്ളം എടുത്ത് ഇന്നലെ രാത്രി തന്നെ പാതിരാത്രിക്ക് സൂപ്പ് പോയി ചെമ്പരത്തി പൂവൊക്കെ പറിച്ച് അത് ഞെരടിക്കൊണ്ട് വന്ന് വെച്ച് രാവിലത്തെ നമ്മുടെ വെള്ളമാണ് കണ്ടോ. കളറൊക്കെ മാറി സെറ്റായി. അതിനർത്ഥം നമുക്ക് പായ്ക്കിടേണ്ട സമയമായെന്നാണ് ഇവൻ കാണിച്ചു തരുന്നത്. ഈ കളറൊക്കെ മാറി വരുമ്പോൾ അപ്പോൾ നമുക്കിത് പായ്ക്കിടാം. ഞാൻ അരിച്ചില്ല, നിങ്ങളെ ഒന്ന് കാണിക്കുക. ഇങ്ങനെ കാണിച്ചാലുണ്ടല്ലോ ഇതെപ്പം തറയെ വീണമെന്ന് ചോദിച്ചാൽ മതി. ഇതേ സംഭവം ഇതിനകത്തുണ്ട് കേട്ടോ. ഈ പായ്ക്ക് നമുക്ക് ഇട്ടിട്ട് ഒരു 15 പനിയും ജലദോഷമുള്ളവരാണെങ്കിൽ കേട്ടോ വഴക്കൊന്നും പറഞ്ഞേക്കരുത്. പിന്നെ നെറുകയിലിടാതിരുന്നാൽ മതി കേട്ടോ. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. കഴുകി നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി അരിച്ചില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ കേട്ടോ. ഈ പായ്ക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ് ചെയ്യുന്നത്. കഞ്ഞിവെള്ളം ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്.
വാഴയ്ക്ക് വളമിടുന്നതിൻ്റെ കൂട്ട് മുടിക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എനിക്കൊന്നൊരു 3-4 ദിവസമായി നമ്മളിങ്ങനെ പായ്ക്കിടാൻ തുടങ്ങിയിട്ട്. എന്തായാലും തീർച്ചയായിട്ടും നല്ല വ്യത്യാസം നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നനയ്ക്കുമ്പം വെള്ളത്തിൽ വീണ കോഴിയുടെ കൂട്ട് അതിൻ്റെ വാല് പോലെ ഇരിക്കുകയാണ്. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഇത് മുടി എന്താ അല്ലാതെ നമുക്കിത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ചകിരി മാതിരിയൊക്കെ നമ്മുടെ മുടികൾ ആയിട്ടുണ്ട്. മോളെന്തായാലും പറഞ്ഞ അമ്മയെ മുടിക്ക് നീളം വെച്ചില്ലെങ്കിൽ ആ മുടിക്ക് ഒരിച്ചിരി ഒരു ഉള്ളു തോന്നിക്കുന്നേ മോള് തന്നെ പറയും. എനിക്ക് സന്തോഷമായി പിള്ളേരെ. നിങ്ങൾ കാണുന്നതന്നെ നേരത്തെ എൻ്റെ മുടി ഇപ്പോഴത്തെ മുടിയൊക്കെ അത് ഇച്ചിരി നമുക്ക് ഇച്ചിരി ഒരു കട്ടിയും ഇതുമൊക്കെ ആയി. അപ്പോൾ നിങ്ങളും തുടർച്ചയായിട്ട് ചെയ്തോളൂ. ഞാൻ സത്യം പറഞ്ഞ് ഇതൊന്നും ചെയ്യാഞ്ഞത് കൊണ്ട് തന്നെയാണ് അതാണ് കേട്ടോ. അതാണ് സംഭവം. നമ്മൾ മുടിക്കായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇച്ചിരി താമസമൊക്കെ ചില മുടിക്കൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഈ സുപ്പ് വളരുന്ന പതുക്കെയില്ല. അപ്പോൾ അതും ആ മുടി അതുപോലെ തന്നെയാണ്. പയ്യനെയാണ് മുടിയും കിളിർത്തൊക്കെ വരുന്നത്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ച് ഇട്ടൊക്കെ കാണിക്കാം കേട്ടോ. അരിക്കണം. ഇത് അരിച്ചില്ലെങ്കിലേ നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ ഇത് മുടിയിലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ അരിച്ചോണ്ടൊക്കെ വരട്ടെ കേട്ടോ. ഇത് എളുപ്പം ഇട്ട് കാണിക്കാം കേട്ടോ. ഈ ചെമ്പരത്തി പൂവിൻ്റെ കളറാണ് ഇത്. സാരമില്ല. ഇതല്ല ഇതിന് വേറെ അറ്റം വരെ ഈ സൂപ്പ് മുടി കിളിർപ്പിക്കാൻ കേട്ടോ. അരച്ചോണ്ടൊക്കെ വരാം. ഞാനിങ്ങ് വെളി വന്നു കേട്ടോ. അതാ ഒത്തിരി വെട്ടം. അകത്തിരുന്ന് പെരട്ടിയാലേ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് പെരട്ടിയാൽ അവിടെ എല്ലാം ആകും. അപ്പോൾ ഇതിന് നല്ലൊരു കളർ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ കളർ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴും ചിലർ പറയും ചീനച്ചട്ടി ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് വെച്ചാൽ എന്തായാലും വേറെ ഇങ്ങനെ കളറ് വരും. നമ്മൾ ഡൈയൊക്കെ ചെയ്യുമ്പോഴേ ഇങ്ങനെ എത്രയോ പേരിങ്ങനെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിക്കല്ലേ. അപ്പോൾ ഈ ഒരു കളർ ചേഞ്ചാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മുടിക്ക് നമ്മൾ ഡൈയൊക്കെ ചെയ്യത്തില്ലേ അതുമാതിരി ആവണമെങ്കിൽ ഇങ്ങനെ കളർ മാറ്റം വരണം. എൻ്റെ കൈ സത്യം ഞാൻ അതുകൊണ്ട് ആ ഗ്ലൗസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കൈക്ക് തന്നെ കളർ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ നമ്മുടെ മുടിക്ക് നല്ല കളറ് കിട്ടും കേട്ടോ. ഇത് നല്ല കറുപ്പൻ കളറ് കിട്ടും. ഇത് തുടർച്ചയായിട്ടൊക്കെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. ഇത് കണ്ടോ, ഞാൻ നമ്മുടെ സരസ്വതിയെ കൊണ്ടുപോയി കാണിച്ചു. അമ്മേതേ ഇങ്ങനെ കളർ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അത് കറക്റ്റായി കിട്ടിയെന്നുള്ളതിന് ആ ഒരു തെളിവാണിത്. ഞാൻ ഇങ്ങനെ കാണിച്ച് എനിക്കൊരു സംശയം വന്ന് പേടിച്ചു കേട്ടോ. ഞാൻ ഇത് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ അമ്മയെ അവർക്കൊക്കെ അറിയാമല്ലോ. പണ്ടുള്ളവർ ഇതുമാതിരിയൊക്കെയുള്ള വിദ്യകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോഴേ എൻ്റെ കൈയുടെ കൂട്ട് തന്നെ കേട്ടോ നമുക്ക് ആ മുടിക്ക് അതിൻ്റെ കളറ് കിട്ടും കേട്ടോ. കളറും കിട്ടും, ഡൈയൊക്കെ മാറിപ്പോവും. ഇത് തേച്ചാൽ മുടി നന്നായിട്ട് വളരുമെന്ന് നമ്മുടെ സരസ് പറഞ്ഞാൽ പിന്നെ വേറൊരു അഭിപ്രായം ഞാൻ പറയത്തില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളും ചെയ്ത് നോക്കണം. കുഞ്ഞൊരു വിദ്യയാണ്, വലിയ പൈസ ചിലവൊന്നുമില്ല. കളയുന്ന കഞ്ഞിവെള്ളം എടുക്കുക, ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ അതും എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് മുടിയിൽ തേച്ച് കൊടുത്തോളുക. പിറ്റേന്ന് സംഭവം കിടുക്കാച്ചി തന്നെയാണ് കേട്ടോ. അമ്മ പറയുന്നത്, നമ്മുടെ സരസ് പറയുന്നത്. അതാണ് ഞാനിത് ചെയ്തത് ഇന്ന്. ഇതേ കണ്ടോ, നമ്മുടെ കൈയുടെ കളറൊക്കെ കണ്ടോ. ഇതേ ലൈവായിട്ട് നമ്മൾ കാണിച്ചു തരികയാണ്. ഗ്ലൗസ് ഒന്നും ഇടാതെ നമ്മൾ കാണിച്ചു തരികയാണ് നമ്മുടെ ഇന്നത്തെ ആ താളി. ഇത് താളിയാണോ? താളി എന്നൊക്കെ പറയല്ലേ. മുടിക്ക് വ്യത്യാസമുണ്ട് പിള്ളേരെ. സത്യമായിട്ട് നിങ്ങൾ കളിയാക്കണ്ട എന്നോട്. കളിയാക്കുന്നവരെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് ഇതൊക്കെ കേട്ടോ. ഒരു വ്യത്യാസമൊക്കെ വന്നു തുടങ്ങി. എനിക്ക് സന്തോഷമായി. വീണ്ടും തുടരും ഇതുമാതിരിയുള്ള കിടുക്കാച്ചിട്ടിപ്പോൾ. വലിയ പൈസ ചിലവൊന്നും ഇല്ലല്ലോ. വീട്ടിലുള്ള ഇതേമാതിരിയുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ലേ കേട്ടോ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പണി കിട്ടി കേട്ടോ. മെനഞ്ഞാന്നത്തെ നമ്മുടെ ഏതോ ഒരു പായ്ക്കിട്ട് എൻ്റെ നൈറ്റിക്കകത്ത് കളർ അടിച്ചു. അപ്പോൾ പഴയതൊക്കെ ഇട്ട് ചെയ്തോളൂ. ഇത് പ്രത്യേകിച്ച് പഴയ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്തോളൂ കേട്ടോ. ഇത് നന്നായിട്ട് തുണിയിലൊക്കെ പിടിക്കുന്നതാണ് കേട്ടോ. പഴയതെടുത്ത് ചെയ്തു. രണ്ട് കയ്യിലും കളറായതുകൊണ്ട് അതുമാതിരി തന്നെ നമ്മുടെ മുടിയും ഇങ്ങനെ ആവും കേട്ടോ.
ഇത് നൈറ്റി വരെ കളറായി തുടങ്ങി കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും പഴയതെടുത്തിട്ടു. ഇതേമാതിരി കറുത്ത കളറോ വല്ലതും എടുത്ത് തേച്ചോളൂ. അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഞാൻ കഞ്ഞിവെള്ളം മാത്രമായിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ ഇതും കൂടെ ചെയ്യും. ഓരോ ദിവസം ഓരോ പായ്ക്കിട്ട മുടിയൊക്കെ കറപ്പിക്കാം. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. ഇത് സംഭവമാണ്. ഇത് എത്രാമത്തെ ദിവസം ഞാൻ എണ്ണിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എത്ര ദിവസമായെന്ന് എണ്ണിയിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ഭിത്തിയിലൊക്കെ കറപ്പടിച്ച് വെച്ചാൽ എന്നെ പിള്ളേർ ഓടിച്ചിട്ടടിക്കും. ഈ അമ്മ എന്ത് ചെയ്യാൻ, തുണിക്കകത്ത് എല്ലാം ആക്കിയെന്നൊക്കെ വഴക്ക് പറയും കേട്ടോ. ആവശ്യമില്ലാത്തതൊക്കെ പോട്ടെ. നല്ല സത്യം ആ തെളിവാണിത്. കണ്ടോ, കൈയുടെ കളറ് കണ്ടോ, ഇതുമാതിരി നല്ല കളറാവും നമ്മുടെ മുടിക്ക് കേട്ടോ. മുടി വളർച്ചയ്ക്കും ഇതിനുമൊക്കെ നല്ലതാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരുപാട് താളികൾ നമ്മൾ ഉണ്ടാക്കത്തില്ലേ. കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമ്മൾ തേക്കത്തില്ലേ. കഞ്ഞിവെള്ളം വേറെ ഓരോന്നിൻ്റെ കൂടെയും മിക്സ് ചെയ്ത് നമ്മൾ പുരട്ടത്തില്ലേ. അനങ്ങാതിരിക്കരുത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ മുടി വളർച്ചയ്ക്ക് എന്തെങ്കിലും എന്നെ പോലെ മുട്ടയായിട്ട് ഇരിക്കുന്നവർ മുടി വളർച്ചയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികൾ ചെയ്തു. വലിയ പൈസ ചിലവൊന്നുമില്ല. അയ്യത്തും മുറ്റത്തൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്. അപ്പോഴതേ കുറച്ച് മതി കേട്ടോ, ഒത്തിരി ഒന്നും വേണ്ട. അപ്പോഴും മുഖത്ത് വരുന്നതൊക്കെ ഞാനൊന്ന് തൂത്ത് കളയട്ടെ. അല്ലെങ്കിൽ മുഖത്തും ഇങ്ങനെ പണ്ടിലെ കുറുക്കാൻ മുന്തിരിക്കാൻ വേണ്ടിയേ ഇതേ കണ്ടോ, ഇങ്ങനെ നമുക്ക് നീളം നമുക്ക് മനസ്സിലാവും. എനിക്കൊരു 3-4 അതിപ്പോൾ നമ്മളെ മുടി ഇങ്ങനെ നനഞ്ഞു വരുമ്പോൾ അങ്ങനെ ഒരു 3-4 കെട്ട് നമുക്ക് ചുറ്റി ഇതേ കണ്ടോ, ചുറ്റൊക്കെ കണ്ടോ സുഖം. അപ്പോഴത്ര മേലായി നമ്മുടെ മുടിയുടെ നീളം. ഇടയ്ക്ക് വെട്ടാറുണ്ട് കേട്ടോ. ഞാൻ തുമ്പ് മക്കളെയും കൊണ്ട് വെട്ടാറുണ്ട്. ഇതേ നൈറ്റിക്കകത്തൊക്കെ കളറൊക്കെ മാറി വന്നു. പഴയതൊക്കെ ഇട്ട് ചെയ്തോളൂ. സത്യം തെളിവാണ്. നമ്മുടെ മുടിക്ക് ചേഞ്ച് വരുമെന്നുള്ളതിൻ്റെ തെളിവാണ്. എൻ്റെ കൈ രണ്ടും ഇരിക്കുന്നുണ്ടോ. അപ്പോൾ കഴുകട്ടെ. ഇപ്പോഴേ കഴുകുന്നില്ല, മുടി ഇപ്പോഴേ കഴുകുന്നില്ല. കൈയൊക്കെ കഴുകട്ടെ. മുഖത്തും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴുകി മാറ്റണം. അല്ലെങ്കിൽ ഇല്ല കുറുക്കന് പറ്റിയതുപോലെ നീലയെ കുളിച്ച്. ഇതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ആ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് വെച്ചതിൻ്റെ കേട്ടോ. അപ്പോഴേ കുറുക്കന് ഇല്ല പെയിൻ്റ് അടിച്ചതിൻ്റെ കൂട്ടം ഈ സുപ്പൂൻ്റെ മുഖമൊക്കെ പെയിൻ്റ് അടിക്കും കേട്ടോ. പെയിൻ്റ് അടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് നാളെ കാണാം. അപ്പോഴതിന് മുന്നേ ഞാൻ ഇതൊക്കെ തുടച്ച് മാറ്റട്ടെ. തുണിക്കകത്തൊക്കെ ആയാൽ കുഴപ്പമില്ല, നമുക്ക് കഴുകി മാറ്റാമല്ലോ. മുഖത്തായാൽ പിന്നെ ഇങ്ങനെ കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. ഇതുമാതിരി നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിക്കകത്ത് തന്നെ ചെയ്ത് നോക്കണം. തലേന്നത്തെ കഞ്ഞിവെള്ളം അന്ന് രാത്രി തന്നെ, ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇന്നലെ രാത്രി തന്നെ എടുക്കുക. ഒരു 7-8 ചെമ്പരത്തി പൂവിനകത്ത് നന്നായിട്ട് ഞെരടുക. 6-7-8 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുക. അതെടുത്ത് മുടിയിൽ പുരട്ടുക. നന്നായിട്ട് അങ്ങോട്ട് ആർത്ത് കിളിക്കട്ടെ നമ്മുടെ മുടിയൊക്കെ അല്ലേ. നമ്മളെ കളിയാക്കുന്നവരുടെ അടുത്ത് നമുക്ക് മുടിയൊക്കെ വളർത്തി കാണിക്കണം കേട്ടോ. അപ്പം ഞാനേ മുഖവും കയ്യും ഒക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ. ഇന്ന് നല്ല ഫുൾ സെറ്റായി നിൽക്കുക ഞാൻ കേട്ടോ. കരടി കളിക്ക് എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം ഇന്ന്. ഇവിടെ മഴ ചാറും, അതാ ഞാൻ ഇവിടെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പുറത്ത് പിന്നെ ഇച്ചി പരിപാടികളൊക്കെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ചാടി വന്നത് ഇന്ന് കേട്ടോ. മഴ മങ്ങല, വെയിലെന്ന് പറയുന്ന ഇല്ല കേട്ടോ. ഞാൻ കഴിയട്ടെ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. ചെയ്യുന്നവരൊക്കെ കാണും, ചേച്ചിമാരൊക്കെ കാണും. ഉണ്ടെങ്കിൽ ക്ഷമിച്ച് മാപ്പാക്കി തരണം. ഇതേ സെറ്റായിടെ എൻ്റെ മുഖമൊക്കെ. ഞാൻ പോയി കഴുകട്ടെ. നാളെ നമുക്ക് വീഡിയോയ്ക്ക് മുന്നേ വരണ്ടേ. അന്നേരം നിങ്ങൾ വിചാരിക്കുക ഈ കൊച്ചിന് എന്തോ കാണിച്ചത് പണി പറ്റിയത്. അപ്പോൾ ഞാൻ പോയി കഴുകട്ടെ. കൈ കണ്ടോ.